ഹലോ ഗൈസ്, എല്ലാവർക്കും VGZ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് നമ്പർ 2 ആണ് ഗൈസ്. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ മാസ്റ്റർ വോളിയം ഫുള്ളായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാസ് ബ്ലോക്ക് പൊട്ടിക്കുമ്പോഴും ബ്ലോക്കുകളൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ല സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നൊന്നും കേട്ടിരുന്നില്ല. അപ്പോൾ നമ്മൾ മാസ്റ്റർ വോളിയം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക, ഓഡിയോയ്ക്ക് എന്തോ ഒരു എക്കോ പോലെ എന്തോ വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ മൈക്കേടെ എന്തോ ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട്. അറിയത്തില്ല, അത് ഞാനൊന്ന് റെഡിയാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ റെഡിയാക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കെന്തായാലും വെറുതെ ഇങ്ങനെ എന്താ പറയുക, പുറത്ത് കിടന്നിറങ്ങിയിട്ട് ശരിയാവില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വീട് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട് എന്തായാലും സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഗോൾസ് വരട്ടെ ഗൈസ്. ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാൽ ഈ വേൾഡിൽ ഏതെങ്കിലും ഒരു കേവ് നമ്മൾ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ എക്സ്പ്ലോർ ചെയ്ത് റിസോഴ്സ് ഗ്യാദർ ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആക്കുക. നമുക്ക് പ്രൊട്ടക്ഷൻ വേണമല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഫുൾ അയൺ ആർമർ ആക്കാൻ തീരുമാനിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് മൈനിങ് ചെയ്യണം. ആൻഡ് തേർഡ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു വീട് സെറ്റാക്കണം. എങ്ങനത്തെ വീടാണെന്ന് എനിക്കറിയത്തില്ല, അത് നമ്മൾ ബിൽഡ് ചെയ്ത് തരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. മേ ബി ഒരു സ്മോൾ ആയിരിക്കും, ബട്ട് നമ്മളിത് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഗോള്. പിന്നെ കുറച്ച് റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യും. ഈ ഒരു 3 ഗോളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഫ്രീ അല്ലേ ഗൈസ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് അടത്തേക്കുക. ആൻഡ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയുക, ഒന്ന് കമൻറ്റ് ഇടുക, കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചില സമയത്ത് എന്താ പറയുക, നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ വോയിസ് ഒന്ന് കട്ടാകുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ സ്റ്റാർട്ടിങ് ആണവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അത് എഡിറ്റിങ്ങിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. ആൻഡ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ PC ലോഡാകുമ്പോൾ ലാഗ് അടിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്യാൻ പറ്റുമോ എന്ന്, അങ്ങനത്തെ വല്ല സെറ്റിങ്സിൻ്റെ എല്ലാ ട്രിക്ക് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ 1.20.4 തന്നെയാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മൈനിങ്, നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് വെച്ചാൽ മൈനിങ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വേണം. ആൻഡ് എവിടെ ഒരു ഷീൽഡ് എന്തായാലും നമുക്കുണ്ട്, കാരണം കേവിക്കൊക്കെ അല്ലേ കേസ് പോകണം. അപ്പോൾ എന്തായാലും സ്കെൽട്ടൻ 101% കേവിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ആൻഡ് നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. സ്റ്റോണൊന്നും ഇല്ലേ? ഓക്കെ, സ്റ്റോൺ ഇല്ല കേട്ടോ. കേവ് വേണ്ട, കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് കേവിൻ്റെ ഉള്ളിൽ പോകും, അതായിരിക്കും നല്ലത്. ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ സ്കൂളുണ്ട്, സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ, എന്നാൽ സെറ്റാണ്. ആൻഡ് ഓക്കെ, 12 ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ ഇരുന്നോട്ടെ, ഇപ്പോൾ ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കേവിൻ്റെ ഉള്ളിൽ ആരും ഇല്ല. നമുക്കൊരു സോഡ് ഉണ്ടാക്കിയിട്ട് പോകണം, ഇറ്റ് വിൽ ഹെൽപ്പ്. ഓക്കെ, ഗൈസ് ചെറുതായിട്ടൊന്ന് ലാഗ് അടിച്ചാണ്. ചെറിയ ക്യാബാട്ടോ, ഞാൻ ജസ്റ്റ് വലിയ ക്യാബാകുന്നു. ചെറിയൊരു ക്യാബാണ്. ഓക്കെ, ആൻഡ് ഇപ്പം എന്തായാലും കുറച്ച് കോബിൾ സ്റ്റോൺ നമുക്ക് ഗ്യാദർ ചെയ്യാം. ആൻഡ് നമുക്ക് 2-3 പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇവിടുന്ന് ഏതെങ്കിലും കേവ് നമ്മുടെ വീടിന്, ഒന്നെങ്കിൽ നമ്മൾ ഈ ഏരിയയുടെ അടുത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മളിപ്പോൾ വന്ന അവിടെയൊക്കെ കേവുകൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ അവിടുന്ന്, അല്ലെങ്കിൽ നമ്മളിവിടെ അടുത്തുള്ള ഏതെങ്കിലും കേവ് നമ്മൾ നോക്കാം. എൻ്റെ ഓക്കെ, നമുക്ക് 2 പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയേക്കാണ്. വാട്ടർ ബക്കറ്റ് ഇരുന്നോട്ടെ, വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, വെള്ളത്തിൻ്റെ ആവശ്യം വരും, മേ ബി വെള്ളത്തിൻ്റെ ആവശ്യം വന്നാലും
ആൻഡ് ആർമർ യെസ്, നമ്മുടെ നെതറൈറ്റിനെ വെല്ലുന്ന ആർമറാണ് യെസ് നമ്മുടെ ഉള്ളത്. ഓക്കെ, ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതിപ്പോൾ വേണ്ട. നമുക്കൊരു ആക്സ് ഉണ്ടാക്കിയിട്ട് വേണം. ആക്സ് ഐ തിങ്ക് സോഡിനെക്കാട്ടും അറ്റാക്ക് ഡാമേജ് ഉണ്ടെന്നുണ്ട്. സോ ആക്സ് ഇല്ല. ഓക്കെ, ഒരു ആക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തടി ഉണ്ടോ ഇതിൽ? ഇല്ല, കാരണം നമുക്ക് ചിലപ്പോൾ തടിയുടെ ആവശ്യം വന്നാലും പറയാൻ പറ്റില്ലല്ലോ. സോ ലോഗ് ഇരുന്നോട്ടെ. ആൻഡ് ഫുഡ് മതി. ഇതാണ് ലെഫ്റ്റ് ഹാൻഡിൽ ടോർച്ച് വെച്ചുള്ള സീൻ. ഒപ്റ്റിഫൈനാണ് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ എടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഫോർ ഹാൻഡിൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചേക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നല്ലൊരു കേവ്. ഈ കേവ് വേണ്ട, ശരിയാവില്ല. എനിക്ക് മലയുടെ അവിടെ വല്ല കേവ് ഉണ്ടോ നോക്കാം. ഇച്ചിരി ഡീപ്പായിട്ടുള്ള കേവ് വേണം, എന്നാലും നമുക്ക് വല്ല കാര്യം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളങ്ങനെ ഒരു കേവ് കണ്ടുപിടിച്ചേക്കാണ് തരുന്നത്. നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ അവിടെയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ, വലിയൊരു ഏരിയ ആണ്. ആൻഡ് നമ്മൾ നൈറ്റ് വിഷൻ്റെ ഒരു ടെക്സ്റ്റ് റിസോഴ്സ് പാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതാണ് തോന്നുന്നു കേവ്. വലിയ കേവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ തിങ്ക് മേ ബി. ഓക്കെ, മോൺസ്റ്റർ ഉണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ആൻഡ് വലിയൊരു കേവ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ ഐ ഡോണ്ട് നോ ഹൗ മച്ച്. ഓക്കെ, നല്ല വലുതാണല്ലേ. വാവ്, സോംബി. ഓക്കെ, അയ്യണൊന്നും കാണാമല്ലോ ഗൈസ്. ഞാൻ 2-3-4 എല്ലായിടത്തുമാരുണ്ട്. ഓക്കെ, യെസ്. ഫസ്റ്റ് അയ്യൺ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് വേറെ ആരുമില്ലല്ലോ അല്ലേ? ഓ, അത്യാവശ്യം ഉണ്ട്. യെസ് ഗൈസ്, പേടിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു ആവുന്ന വരെ. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് റിസോഴ്സസ് ഞാൻ ഗ്യാദർ ചെയ്യാം. ആൻഡ് എന്താ പറയുക, നമ്മൾ ഈ കേവ് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നില്ല. ആൻഡ് കാരണം നമുക്ക് അയൺ കിട്ടുന്ന ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തിടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് അയൺ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ഓർഡറിഞ്ഞുണ്ടോ അറിയത്തില്ല, നോക്കാം. നല്ല ഡീപ്പാണ് കേട്ടോ, കേവ് നല്ല ഡീപ്പാണ്. ഇന്ന് നമുക്ക് വേണ്ടത് ബട്ട് അയ്യൺ എന്ത് ഇത് അയ്യണൊക്കെ ഭയങ്കര ക്ഷാമം കേട്ടോ നമ്മുടെ ഈ വേൾഡിൻ്റെ അകത്ത്. ഇതേണ്ട നിൽക്കുന്നു സ്പോണായി പോയി വരുമ്പോഴേക്കും. ഓക്കെ, മുകളിൽ തന്നെ ആദ്യം ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത അയൺ കിട്ടിയിട്ട് കാണാം. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പിന്നെയും കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട് എൻ്റെ അവിടെ. എന്തായാലും ഇവിടെ വെള്ളം ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അയ്യോ, വെള്ളമെല്ലാം ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ, ശക്തി അത്ര. ഓഫ്, മണ്ടത്തരാട്ടോ കാണിച്ചേ. ഞാൻ ഡബ്ല്യൂനെ ക്യൂ പിടിച്ചമർത്തിയിരുന്നേ. ഞാൻ ജസ്റ്റ് എസ്കേപ്പാണ്. ഡീപ് സൈറ്റ് എത്തി തുടങ്ങി കേട്ടോ. ആൻഡ് കുറച്ചുകൂടി അയൺ നമുക്ക് ഇവിടെ ഇല്ല, കുറച്ച് മുകളിൽ വേണം. ഓക്കെ, ഇവിടെ നല്ല അയൺ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി മുകളിൽ നമുക്ക് അയൺ ഉണ്ട്. സോ നമുക്ക് എന്തായാലും അത് എടുക്കണം. ആൻഡ് അത്ര നെർവസായി പോയി ഗൈസ്.
ഐ തിങ്ക് നൈറ്റായി തുടങ്ങി. അതിൽ നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഗെറ്റിംഗ് നൈറ്റ് ആൻഡ് ഇവിടെ ഒന്നും ഞാൻ കണ്ടില്ല പിന്നെ അയണൊന്നും. ഓക്കെ, റെഡ് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, അയൺ അവിടെ ഉണ്ട്. ഓക്കെ, അമത്തിസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അമത്തിസ്റ്റ് നല്ല പേര്. ഞാൻ കൂടുതൽ പ്രതീക്ഷ എന്ന് വെച്ചാൽ വല്ല മോബ് വരും. എന്താ അമത്തിസ്റ്റിനല്ലേ? അല്ല, പേടിയാണ് ഗൈസ്. വാർഡൻ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അമത്തിസ്റ്റിനെ ഞാൻ തോന്നുന്നു. സോ ഭയങ്കര ലേഖാണ് ഇത് പൊട്ടി വരാൻ. ആൻഡ് അമത്തിസ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് അയൺ കാണുന്നുണ്ട്. നൈസ്. അപ്പോൾ അതിനാണ് വേണ്ടത്. നമുക്ക് അമത്തിസ്റ്റ് എന്താ ഒരു ക്രിസ്റ്റൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. രണ്ട് സാധനങ്ങൾ അവിടെ ഉണ്ട്. സത്യം പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര ഡാർക്കാണ്. നൈറ്റ് വിഷൻ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. വേറെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫോൾഡർ. സോ അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അമത്തിസ്റ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ പോകാം. കാരണം അമത്തിസ്റ്റ് കൊണ്ട് നമുക്ക് മറ്റേ എന്തായിരുന്നു ടെലിസ്കോപ്പോ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. സ്കൈസ് വീണു. മതി. ടെലിസ്കോപ്പിന് എന്തൊക്കെ വേണം? ഐ തിങ്ക് കോപ്പർ വേണമെന്ന് തോന്നുന്നു. ഓക്കെ, അയൺ മുകളിലുണ്ട്. ഇനി ഉണ്ട് കേട്ടോ മുകളിലേക്ക് ബിൽഡ് ചെയ്ത് കയറാം. സോ എന്തായാലും നമുക്ക് ആവശ്യത്തിന് അയൺ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടും നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് നമുക്ക് തിരിച്ചെടുത്ത് ഗൈസ്. നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം അയണിടെ നിറഞ്ഞ ഏരിയയാണ്. സോ ഇപ്പം എന്തായാലും നമുക്ക് ആ മുകളിലത്തെ അയൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 39. ഓക്കെ, ഫുൾ ആർമർ ഉണ്ടാക്കാൻ അയൺ നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട് ഇല്ലേ? 39 കൊണ്ട് ഫുൾ ഉണ്ടാക്കാൻ പറ്റുന്നതിനാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് യെസ്, ഇവിടെയാണ് ഞാൻ കണ്ടത്. മറ്റേ ഡ്രിപ്പ് സ്റ്റോൺ എടുക്കാൻ പറ്റുമോ? ഓക്കെ, ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. വെറുതെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് ഈ അയൺ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. കാരണം അത് നല്ല രീതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നമ്മളിനി ഡീപ്പിലോട്ട് വരുമ്പോൾ. സോ പിന്നെ നമ്മൾ ഇനി കേവിലോട്ട് വരുമ്പോൾ നമ്മൾ ഫുൾ അയൺ ആർമറായിട്ടായിരിക്കും നമ്മൾ വരിക. നമ്മളിനി ക്രീപ്പറിനെ മാത്രം പേടിച്ചാൽ മതി. ബട്ട് എന്തായാലും അല്ല എന്ന് വെച്ചാൽ നമ്മളിപ്പെട്ടിരിക്കുന്ന ഈ ഒരു ആർമറിനെക്കാട്ടും നല്ല പ്രൊട്ടക്ഷൻ നമ്മുടെ അയൺ ആർമർ നമുക്ക് തരും. ആൻഡ് മുകളിൽ പോകുന്നതാണ് ഇച്ചിരി ടാസ്ക് ആവുക. പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് നോക്കുന്നു. ഓക്കെ, പൊട്ടി. ഓക്കെ, സ്കെലിട്ടൺ. ഓക്കെ, ചാടി കയറിയുണ്ട്. ആൻഡ് അപ്പം എന്തായാലും ഐ തിങ്ക് ഇറ്റ്സ് നൈറ്റ് ടൈം. യെസ് ഗൈസ്. അപ്പോൾ മുകളിലോട്ട് നമുക്ക് എന്തായാലും കയറി പോവാം. ഞാൻ ഈ ഷെയ്ഡർ ഈ ടെക്സ്ചർ പാക്ക് റിസോഴ്സ് പാക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു നൈറ്റ് വിഷൻ്റെ, ഞാൻ കേവിലോട്ട് വരുമ്പോൾ മാത്രമേ ഞാനത് ഉപയോഗിക്കത്തുള്ളൂ. കാരണം മൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റിയലി, കാരണം മൈൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഏരിയയുടെ ഉള്ളിലാണ് നമ്മൾ മൈൻ ചെയ്യുക. വെച്ചാൽ നമ്മളൊരു ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അടിയിലൊരു ബെഡൊക്കെ വെച്ചിട്ട് എന്താ പറയുക, അടിയിലോട്ട് നേരെ ഡൗണ് മൈൻ ചെയ്തിട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോബ്സ് സ്പോൺ ചെയ്യാൻ പാടില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഈ സാധനം ഓഫ് ചെയ്യും. നൈറ്റ് വിഷൻ പാക്ക് ഞാൻ ഓഫ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ മൈൻ ചെയ്യുമ്പോൾ കേട്ടോ, കേവിലല്ല, നമ്മൾ സാധാ സ്ട്രിപ്പ് മൈൻ ചെയ്യുമ്പോൾ ഇത്ര കാര്യമാണ് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ തന്നെ മൈൻ ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ഇപ്പം തന്നെ നല്ല രീതിക്ക് റിസോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗോളായിട്ടുള്ള മൈനിങ് ആൻഡ് കുറച്ച് നമ്മളുടെ റിസോഴ്സസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ആയിക്കാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗോള്. ആൻഡ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗോളായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ആർമർ സെറ്റാക്കാൻ പോവാണ്. ആൻഡ് ഐ തിങ്ക് നമുക്ക് കോള് കളയണ്ട, നമുക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ട് സ്ലാബല്ല കുറച്ചുകൊണ്ട് ലാഭം നമുക്ക് സ്ലാബ് തന്നെയാണ്. ഓക്കെ,
കുറച്ച് സ്ലാബ് കൂടെ നമുക്കൊരു ഫർണേസ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ടിപ്സിൻ്റെ നമുക്ക് നല്ല രീതിക്കുള്ള ആവശ്യമുണ്ട്. കാണുന്നവരെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യുക. സോ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് പിന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ കമൻറ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഷുവറായിട്ട് ഞാൻ ആ കമൻറ്റ് വായിക്കുന്നതായിരിക്കും. അങ്ങനെ എപ്പോഴും എല്ലാവരോടും ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ആൻഡ് പരമാവധി ഞാൻ പ്രോഗ്രസ് പെട്ടെന്ന് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ഈ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഗൈസ്. എൻ്റെ അവന്മാരൊക്കെ ഇപ്പോഴും ചത്തിട്ടില്ല, അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ തീ പിടിച്ചിട്ട് ചെങ്കിലോടെ കൊണ്ടാണ് ഗൈസ്. യെസ്, അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആർമർ നമ്മളങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. പെട്ടെന്ന് നമുക്ക് അയണും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പ്ലേറ്റ്. യെസ് ഗൈസ്, സൂട്ടപ്പ്. ഐ തിങ്ക് നമ്മൾ എന്താ പറയുക, നല്ല രീതിക്ക് തന്നെയാണ് നമ്മൾ പ്രോഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമുക്ക് ഇനി വീട് പണിയണം. വീട് പണിയാൻ റിയലി ബിഗ് ടാസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇച്ചിരി ഒരു ബിഗ് ടാസ്ക് തന്നെയാണ്. കാരണം നമുക്ക് റിസോഴ്സ് നല്ല രീതിയിൽ ഗ്യാദർ ചെയ്യാനുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ട്രീസ് വേണം, അതേപോലെ കുറച്ചധികം കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോൺ നമുക്ക് ലാവയിൽ വെച്ച് ഉണ്ടാക്കാം, ബട്ട് കോബിൾ സ്റ്റോൺ നമുക്ക് വേണം. പിന്നെ കുറച്ച് അധികം ഐറ്റംസ് നമുക്ക് വേണം. അധികമൊന്നും വേണ്ട, അത്രയൊക്കെ മതി. ആൻഡ് നമ്മൾ നല്ലൊരു വീട് ഉണ്ടാക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ അത്ര പറഞ്ഞില്ലേ, അത്ര വലിയ ക്രിയേറ്റീവ് ഒന്നല്ല, ബട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു വീട്. ഞാൻ മുമ്പൊക്കെ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളൊരു വീടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയുക, ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ഫുൾ ആർമർ സെറ്റ് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഫുൾ അയൺ ആർമർ വിത്ത് പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയേക്കാണ്. ഓക്കെ ഗൈസ്, യെസ്, നമ്മളപ്പോൾ അങ്ങനെ ഫുൾ അയൺ ആർമറിലോട്ട് മാറിയേക്കാണ്. സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗോളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോളിലോട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. യെസ് ഗൈസ്, ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്ന ഒരു ഗോളാണ്. സോ അപ്പോൾ എന്തായാലും ഹൗസ് ബിൽഡ് ചെയ്യാനുള്ള റിസോഴ്സ് നമുക്ക് കുറച്ചധികം വേണം. സോ അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, നമ്മുടെ മരമൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ നമ്മുടെ ഈ ഒരു ഓഷ്യനിലൊരു വീട് പോലെ എന്തൊരു സംഭവം കാണുന്നത്. സോ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വീടല്ല, സംതിങ് എൽസാണ്. സോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് വി ആർ റെഡി ടു ഗോ. കണ്ടില്ലേ ഗൈസ്, ഒരു സീ ലാൻഡാണൊക്കെ ഇരിക്കണില്ലേ. മോണിമെൻ്റ് അല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം മോണിമെൻ്റ് ഇങ്ങനെയല്ല, ഒരു പ്രിസ്മറൈനോ സംതിങ്, ഒരു നീല ബ്ലോക്ക് കൊണ്ടല്ല ഉണ്ടാക്കുക. എന്താ പറയുക, മറ്റേ ഡ്രൗൺ എന്നല്ലേ പേര്, മറ്റേ വെള്ളത്തിലുള്ള സോംബി ഡ്രൗൺ. യെസ്, അപ്പോൾ ആളുടെ എന്തോ ഒരു സംതിങ്, എന്തോ ഒരു ഏരിയ എന്ന് തോന്നുന്നുണ്ട്. അത് എന്നുവെച്ചാൽ അത് സ്പോൺ ചെയ്യുന്ന സ്ഥലം സംതിങ് ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ചെസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവിടെ. ഞാണ്ട് വെറുതെ കൊടുക്കില്ലല്ലോ ഗൈസ് അത്. സോ അപ്പോൾ ചെസ്റ്റ് ഉണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട്. സോ നമ്മളെന്തായാലും നാളെ അത് റെഡി ചെയ്യാൻ പോകും. നാളെ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൽ നാളെ നമുക്ക് നേരം ഇപ്പോൾ ഒന്ന് പോയി കിടന്നുറങ്ങാം. നൈറ്റായി വരുന്നുണ്ട്. ആൻഡ് സോ യെസ്, ഒന്ന് പോയി കിടന്നിട്ട് വരാം. അഡ്വാൻസ്മെൻറ്റ് മാത്രം. നമ്മുടെ ഈ വേൾഡിൽ ഇതുവരെ നമ്മൾ ചത്തിട്ടില്ല. രണ്ടാമത്തെ എപ്പിസോഡായിട്ടുള്ള അറിയാം. എൻ്റെ ഹാർഡ്കോർ വേൾഡ് നല്ല നമുക്ക് റീസ്പോൺ ചെയ്യാം ഗൈസ്. പക്ഷെ എങ്ങനെ ദൂരെ പോയിട്ട് ചത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കഷ്ടപ്പെടും. കാരണം നമ്മൾ കോർഡിനേറ്റ്സ് ഒന്നും എടുക്കാണ്ട് പോയി ചത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ബ്രെയിൻ വെച്ചിട്ട് നമ്മൾ എവിടെയാണ് ചത്തതെന്ന് റീതിങ്ക് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, നിലത്തൊന്നും കാണാമല്ലോ കേട്ടോ. ഓക്കെ, കാണാം. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും മോണിമെൻ്റ് അല്ല, ആ ഒരു സംതിങ് ആ സാധനത്തിൻ്റെ അവിടെ നമുക്ക് എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. ഇതിന് 2 ഉണ്ടെന്ന് തോന്നുന്നു.
ഒന്നും കാണാനില്ല കേട്ടോ. ഇവിടെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഉണ്ട്. അയ്യോ, ട്രഷർ മാപ്പ് ഉണ്ട് കേട്ടോ. ഡ്രൗൺ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇൻവെൻ്ററി ഫുള്ളാണ്. നമുക്ക് പോയി പൊട്ടിച്ചിട്ട് കൊണ്ടുവരാം. ഇച്ചിരി പണിയാട്ടോ പൊട്ടിക്കാൻ വെള്ളത്തിൻ്റെ ഉള്ളിൽ. ജസ്റ്റ് ഉള്ളിൽ കയറിപ്പോയോ. ഓക്കെ, നമുക്കങ്ങനെ ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓക്കെ, ഡ്രൗൺ വരുന്നുണ്ട്. ഓടിക്കോ. എൻ്റെ അടുത്തൊരു മോണ്യുമെൻ്റില്ല സംതിങ് ഇതേപോലെ തന്നെ ഇതുണ്ട്. ഇതല്ലേ, അല്ല, എന്തോ ചെറിയ സംഭവമാണ്. അതെ സോ മോണമെൻ്റ് ഒന്നുമല്ല. സോ ഇപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അയ്യോ, സഫക്കേറ്റ് ചെയ്താണോ? സോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു മാപ്പ് ഒന്ന് നോക്കിയിട്ട് പോകാം. മാപ്പ് എവിടെയാ? നമ്മളെവിടെ? നമ്മളെ കാണുന്നില്ല. ഓക്കെ, സബ് ടൈറ്റിലെല്ലാം ഉണ്ടല്ലേ. ആൻഡ് ഐ തിങ്ക് നല്ലൊരു ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ട്രഷർ മാപ്പ് ഒന്ന് പോയിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ലൂട്ടിയിട്ട് വരാം. കാരണം ഇത് എവിടെയാണെന്നിപ്പോൾ ഇങ്ങനെ അറിയില്ല. പോണത് റെഡിയാണ്. സീരിയസ്ലി എനിക്ക് ട്രഷർ മാപ്പ് ലൂട്ട് ചെയ്യാൻ വലിയ പിടുത്തൊന്നുമില്ല. എന്തൊക്കെയോ അതിന് സംതിങ് എന്തോ ഉണ്ട് ലൂട്ട് ചെയ്യാന്ന് വെച്ചാൽ. ജസ്റ്റ് ഇരിക്കണടുത്ത് കോർഡിനേറ്റ്സിൻ്റെ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഒന്നും പ്രത്യേകിച്ചൊന്നും അറിയത്തൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു ബോട്ട് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ലെറ്റ്സ് മേക്ക് എ ബോട്ട്. വെള്ളമല്ല, അയ്യോ, ഇങ്ങനെ. ഓക്കെ, അപ്പം നമ്മളൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് സോ ഗൈസ്, കുറേ നേരമായി ചെസ്റ്റ് തപ്പി കുറേ നേരം ഞാൻ സമയം കളഞ്ഞു. നൈറ്റ് ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രോണൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഐ ഫൗണ്ട് ഇറ്റ്. യെസ് ടട്ടിൽ ബോയ്, വി ഫൗണ്ട് ഇറ്റ്. ഓക്കെ, ഞാനെന്തായാലും ഡ്രോൺ എന്തായാലും തല്ലിക്കോലും. അങ്ങനെ കുറേ ഏതാണ്ട് ഇത് മൊത്തം കിടന്ന് കുഴിച്ചു ഗൈസ്. കാരണം എവിടെ നിൽക്കണമെന്ന് മനസ്സിലായില്ല. ഫൈനലി ഐ ഫൗണ്ട് ദിസ് ചെസ്റ്റ്. യെസ് ലൂട്ട്. ഐ ലവ് ലൂട്ട്. കയറുന്നത് മൊത്തം ഇല്ല ഗൈസ്, കയറുന്നില്ല. പോർഷൻ ഓഫ് വാട്ടർ ബ്രീത്തൊക്കെ ഉണ്ടെന്നുണ്ട്. വേറെ എന്തെങ്കിലും കളയാണ്ട് ടോട്ടം ഫ്ലഷ് പോട്ടെ. കോപ്പർ ആവശ്യമുണ്ട്. ഇൻകേസൊക്കെ നമുക്ക് പിന്നെ എടുക്കാറ്. നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ. സഫക്കേറ്റ് അവിടെയാണ്. സോ അപ്പം എന്തായാലും സക്സസ്ഫുള്ളി നമ്മളെന്തായാലും ഈ ഒരു ട്രഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ പൊന്നെ, സോ ഈ ഒരു ട്രഷർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വല്ല ട്രിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. കാരണം ഐ നീഡ് ടു നോ. എനിക്കറിയണം. ഭയങ്കര പണിയാണ് ഗൈസ് ഈ സാധനം. മീൻ പൊള്ളിച്ചത് തിന്നാം. സോ ഇപ്പം എന്തായാലും സ്ട്രെയിറ്റ് ടു അവർ ഹോം വെക്കാൻ. ഓക്കെ, പില്ലേജർ വാട്ട്?
ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അൺഎക്സ്പെക്റ്റഡ്. അവനെ തട്ടിയിട്ട് ആ ഒരു ബാനർ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. എന്നിട്ട് നമുക്ക് മിൽക്ക് കുടിച്ചാൽ ബെഡോ മാറില്ലേ? ബെഡോ എന്നല്ലേ പേര്? ആ ഒരു സാധനം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഐ തിങ്ക് സുഹൃത്തിനുള്ളൂ. ഓക്കെ, നല്ല കാര്യമുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് കളയാം? ഓ, അയൺ സോഡോ. വിശക്കണമല്ലോ. സോ അപ്പം ഞാൻ എന്തായാലും ബോട്ട് വേടാ ഐറ്റം മറ്റേ ഇത് കിട്ടിയിട്ടുണ്ട്. ബേഡമെന്നല്ലേ എൻ്റെ പേര്? യെസ്. പാൽ കുടിച്ചാൽ മാറും. എന്നുവെച്ചാൽ മിൽക്ക്, പശുവിൻ്റെ മിൽക്ക് കുടിച്ചാൽ മാറും. സോ അപ്പം എന്തായാലും ഞാൻ നൈറ്റിൽ ഒരു പണിക്ക് നിൽക്കുന്നില്ല. എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഐ തിങ്ക് മാറണേ. ഓക്കെ, പോയി. യെസ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു റെയ്ഡിന് ഞാൻ നിൽക്കുന്നില്ല. കാരണം അത്ര ഇതായിട്ടില്ല, വെൽ എക്വിപ്ഡ് ആയിട്ടില്ല. ഗിയറൊക്കെ നപ്പായെങ്കിലും നമുക്ക് നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. സോ ഒന്നും ആയിട്ടില്ല. ആൻഡ് സ്പൈഡേഴ്സ്, സോംബീസ്, സ്കെൽറ്റൻസ് ആൻഡ് ക്രീപ്പേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടില്ലേ? ഓക്കെ, ഡയമണ്ട് അവിടെ നമ്മൾ എടുക്കാൻ മറന്നോ? ഐ തിങ്ക് എല്ലാ ബ്രിഡ് ചെസ്റ്റിലും ഡയമണ്ട് ഉണ്ടെന്ന് തന്നെയാണ്. ബട്ട് എന്തോ നമുക്ക് ഹാർട്ട് ഓഫ് സീ കിട്ടിയിട്ടുണ്ട്. എന്തൊട്ട് ഉണ്ടാക്കാമെന്ന് വലിയ പിടുത്തൊന്നുമില്ല. ആൻഡ് യെസ് ഗൈസ്, നമുക്ക് ഓമിനസ് ബാനർ ഒരുത്തനുണ്ടായിരുന്നല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോളാണ് ജസ്റ്റ് ഒരു വീട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ നമുക്ക് എന്തായാലും വീട് സെറ്റ് ചെയ്തിട്ട് കാണാം. ഭയങ്കര ലെങ്ത് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്തായാലും വീട് സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരത്തിന് ശേഷം നമ്മുടെ വീട് പണി കഴിഞ്ഞേക്കാണ്. സോ ഗൈസ്, യെസ്, ഇതാണ് നമ്മുടെ വീട്. കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു റൂഫ് എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഓക്ക് സ്റ്റെയർ വെച്ചിട്ടുണ്ടാക്കിയ റൂഫ് നമ്മൾ ചെയ്യണത്. സോ അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും ഈ ഒരു വീടിനുണ്ടാവും. ആൻഡ് ഇച്ചിരി ചെറിയ വീടല്ല, ഇച്ചിരി വലിയ വീടാണ്. ആൻഡ് നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെഡ്, ചെസ്റ്റൊക്കെ നമുക്ക് ഇത് വീടിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. ആൻഡ് നമുക്ക് എന്തായാലും വീടിൻ്റെ ഉള്ളിൽ നോക്കാം. ഫസ്റ്റ് ഇവിടെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്, 2-3 ചെസ്റ്റൊക്കെ ഇരിക്കുന്നത്. നമ്മൾ മുകളിലോട്ട് ഒരു സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കണ്ടില്ലേ? സോ ഇവിടെ നമ്മുടെ നമ്മൾ ചെസ്റ്റുകൾ വെക്കാനാണ് നോക്കുന്നത്, ചെസ്റ്റ് റൂം പോലെ. ആൻഡ് ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ എന്തായാലും നമ്മൾ വീട് ഭയങ്കര ആദ്യമായിട്ട് ചെയ്യണമെന്ന് തന്നെ ഈ റൂഫിൻ്റെ കാര്യം ഇച്ചിരി അലമ്പായി ഉണ്ടാവും, എനിക്കറിയാം. കാരണം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് കുറേ അധികം നേരം എടുത്തു ഇത് ചെയ്യാൻ. പിന്നെ നമ്മൾ ചെറിയൊരു പാത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ കുറേ മരങ്ങൾ കണ്ടില്ലേ? ഇവിടെ കുറേ മരങ്ങൾ വെച്ചിട്ടുണ്ട്. കുറേ മരങ്ങൾ വെച്ചു ഇവിടെ. ഓക്കെ, ആൻഡ് നമ്മുടെ വീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ റിസോഴ്സസ് മൊത്തം നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് മാറ്റാം. സോ നമുക്ക് ആദ്യം ഇത് ഹാർവെസ്റ്റ് ചെയ്യാം.
സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എല്ലാ ഗോളുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു ഗോളായിരുന്നു നമ്മുടെ ഈ ഒരു ഹൗസ്. നമ്മൾ കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. മറ്റേ എന്താ പറയുക, ഡ്രൗണിൻ്റെ എന്തോ ടെമ്പിളോ സംതിങ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് നമുക്ക് ട്രഷർ മാപ്പ് കിട്ടിയിട്ട് നമ്മളങ്ങനെ ട്രഷർ എന്താ പറയുക ചെസ്റ്റ് നമ്മൾ എടുത്തു. നമുക്കൊന്ന് കിടന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ പരിപാടികൾ സെറ്റ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമാണ്. കാരണം ഈ വീഡിയോ ഐ തിങ്ക് നല്ല രീതിക്ക് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എല്ലാ ഗോളുകളും തീർന്നു. ആൻഡ് നമ്മുടെ ഈ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ്ലൈനിൽ എടുത്ത് വെച്ചോളാം. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ ഈ സീരീസിനെയും കണ്ടിന്യൂ ചെയ്യും. ഇച്ചിരി ലാഗായി നമ്മുടെ വീഡിയോ വരാമെന്നറിയാം, കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും നേരം വൈകും. കാരണം എനിക്ക് തോന്നുന്നു മറ്റേ ഫസ്റ്റത്തെ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരിക. കാരണം ഈ ഹൗസ് ഞാൻ ബിൽഡ് ചെയ്യണത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. കാരണം ആദ്യത്തെ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ആണ് ഞാൻ ഈ ഒരു വീഡിയോ എന്താ പറയുക ഈ ഹൗസ് ഞാൻ ബിൽഡ് ചെയ്യുന്നത്. കാരണം കുറച്ച് ദിവസം പിടിച്ചു, എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. സോ അപ്പം എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.